നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് വീഡിയോ തുടങ്ങാം. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് സെൽഹേഴ്സ്റ്റ് പാർക്ക്. ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എവേ ഗെയിമാണ്. സോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഗെയിമിൻ്റെ റിസൾട്ടിൽ നിന്ന് നമ്മൾ ഫാൻസ് ഇതുവരേക്ക് മുക്തരായിട്ടില്ല. കാരണം വളരെ പ്രതീക്ഷയോടാണ് അതിന് മുമ്പത്തുള്ള ഒരു 5 ഗെയിംസ് നമ്മൾ വീക്ഷിച്ചത്. 5 കളി തോൽവി അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സ്ട്രെച്ച് ഓഫ് ഗെയിംസ് ഉണ്ടായിരുന്നു, ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിംസ്. അത് നമ്മുടെ ടേബിളിലെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരുന്നു. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു എവർട്ടൺ. അപ്പോൾ ആ എവർട്ടൺ ഗെയിം തന്നെ, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിതാപകരമായിട്ട് നമ്മൾ തോറ്റു. അപ്പം ആ ഗെയിമിന് ശേഷം ഫാൻസിന് എന്തോ ഒരു പ്രതീക്ഷയിലൊരു ഇടിവ് സംഭവിച്ചു എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഒത്തിരി ഫാൻസ് പറയുന്നത് കേൾക്കുന്നു, ഇത്ര നാൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഡൗണായി പോയതുപോലെ ഉള്ള ഒരു തോൽവിയായിരുന്നു. കാരണം നമുക്കറിയാം, തോക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്, എല്ലാ ടീമും തോക്കും. തോൽവിയല്ല കാര്യം. കാരണം ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ആർസണൽ ബെസ്റ്റ് ടീമാണ്, അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഉൾപ്പെടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. അവർ തോൽക്കുന്നുണ്ട്, ഇടയ്ക്ക് 1-2 ഗെയിമും കാര്യങ്ങളൊക്കെ അവർ തോറ്റിട്ടുണ്ട്. സോ തോൽവിയിലല്ല കാരണം, നമ്മൾ എങ്ങനെ തോക്കുന്നു എന്നുള്ളതിലാണ് കാരണം. അപ്പോൾ ഈ 5 കളികളുടെ ഒരു തോൽവി അറിയാത്ത ഒരു ജൈത്രയാത്ര അത് അവസാനിച്ചതെന്ന് പറഞ്ഞാൽ അത് പരിതാപകരമായിട്ടുള്ളൊരു തോൽവിയിലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഷോക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. സോ ആ ഒരു ഷോക്കിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ സെൽഹേഴ്സ്റ്റ് പാർക്കിൽ പോകുന്നത് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. അപ്പം ഒത്തിരിയധികം കോൺഫിഡൻസ് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ടല്ല ഞാൻ ഈ ഒരു ഗെയിമിനെ സമീപിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ലാഷ് എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ, ഈ ഒരു ക്ലാഷ് എന്ന് പറയുന്നത് ക്ലാഷ് ഓഫ് ദ 3-4-3. കാരണം നമുക്കറിയാം, ഈ ഒരു ഫോർമേഷൻ കളിക്കുന്ന 2 ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ക്രിസ്റ്റൽ പാലസും. പക്ഷേ നമ്മുടെ 3-4-3 നമുക്ക് എല്ലാവർക്കും അറിയാം, അതെന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു 3-4-3 ആണ്. പല രീതിയിലാണ്, ഒരു ഫോർമേഷൻ എന്നുള്ളൊരു സെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാതെ കളിക്കുന്ന രീതികളൊന്നും എന്താ പറയുക, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ക്രിസ്റ്റൽ പാലസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ഐഡൻറ്റിറ്റിയുമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു ടീമാണ്. സോ അത് തന്നെയാണ് ഈ 2 സിസ്റ്റത്തിൻ്റെ തമ്മിലുള്ളൊരു വ്യത്യാസം. പിന്നെ ഈ ഗെയിമിനെ സമീപിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പാലസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പാലസ് എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേയിൽ ഒരു ഗെയിം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. അവർ സ്ട്രാസ്ബർഗുമായിട്ട് കളി തോറ്റു. അപ്പോൾ ഓൾറെഡി പ്ലെയേഴ്സ് എല്ലാം ടയർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതും തേഴ്സ്ഡേ ആണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞിട്ട് സൺഡേ ഗെയിമുണ്ട്. അപ്പോൾ ആകെ 2 ദിവസത്തെ ഉള്ളൊരു വിശ്രമവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജ്. ഇതിന് മുമ്പ് ഈ അഡ്വാൻറ്റേജ് ടോട്ടൻഹാമായിട്ടുള്ളൊരു ഗെയിമിൻ്റെ അകത്താണെങ്കിൽ നമ്മളത് എടുത്തിട്ടില്ല. കാരണം ടോട്ടൻഹാം ആ കളി മിഡ് വീക്കിൽ കളിച്ചതിന് ശേഷം വന്നു. ഇതെന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ ഗെയിമാണ്. അപ്പോൾ കൂടുതൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഇത് പ്ലെയേഴ്സിൻ്റെ വെൽബീയിങ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ. കാരണം അവർ അത്ര ടയർഡൊന്നുമല്ല. നമുക്കൊരു 1 വീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആ പ്ലെയേഴ്സിന് അത്രയും കിട്ടിയിട്ടുമില്ല. മിഡ് വീക്ക് ഗെയിം ഇല്ലാത്തതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചിട്ട് അമറും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളത് എടുക്കുമോ എന്നുള്ളതാണ് കാണേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റ്, സോ മത്തിയാസ് കുഞ്ഞ വീണ്ടും അടുപ്പിച്ച് 2ാമത്തെ കളിയിൽ ഇല്ല എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അടുത്ത ഗെയിമിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, വെസ്റ്റ് ഹാമായിട്ടുള്ള ഗെയിമിൻ്റെ അകത്ത് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ഗെയിമും കൂടെ മത്തിയാസ് കുഞ്ഞയ്ക്ക് നഷ്ടമാകും. പിന്നെ സെസ്കോ, പിന്നെ ഹാരി മഗ്വയർ, ഇവരാണ് മെയിനായിട്ടുള്ള ഇഞ്ചേർഡ് ആയിട്ടുള്ള താരങ്ങൾ. അപ്പോൾ സെസ്കോ ഇല്ലാതെ വീണ്ടും നമ്മൾ അടുത്തൊരു ഗെയിമിലേക്ക് പോകുന്നു. അപ്പ് ഫ്രണ്ട് ഒരു സ്ട്രൈക്കർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഇല്ല. അപ്പം നമ്മൾ വീണ്ടും സെർക്സി തന്നെ ആയിരിക്കുമോ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ റൂബൻ അമറും ഒരു പുതിയ പരീക്ഷണം നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു വെച്ചിരുന്നാൽ റൂബൻ അമറും കുറച്ചുകൂടെ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമറുമിൻ്റെ ഒരു കാര്യത്തിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഹീ ഡസ് നോട്ട് ടേക്ക് റിസ്ക്. ഒരു മാനേജർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, സ്ട്രെങ്ത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും റിസ്ക് എടുത്തുകൊണ്ടാണ് നമ്മളത് റിസൾട്ട് അച്ചീവ് ചെയ്യേണ്ടത്. അമറും എപ്പോഴും
എന്താ പറയുക സേഫായിട്ട് കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാനേജറാണ്. അപ്പം സേഫായിട്ട് കളിക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മുടങ്ങുവാണ് അവിടെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഒരു നോർമൽ ലെവലിൽ സേഫായിട്ട് കളിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട്സ് പലതും വരുന്നില്ല. അപ്പോൾ ഒന്ന് മാറ്റി കളിച്ചു കഴിഞ്ഞിരുന്നാൽ കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ ഇമ്പാക്റ്റ് നമ്മുടെ ടീമിന് നൽകുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പോൾ നമുക്കൊരു ഫോർമേഷനെ കുറിച്ച് സംസാരിക്കാം. ബാക്കിൽ എന്തായാലും സെന്റ് ലമൻസ് വരുന്നുണ്ട്, പിന്നെ ബാക്ക് 3. അപ്പോൾ കഴിഞ്ഞ ഗെയിമിൽ മെസ്റാവി റൈറ്റ് വിങ് ബാക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നിച്ചിരുന്നാൽ നമ്മൾ ആ ഒരു വിങ് ബാക്ക് പൊസിഷനിലേക്ക് മെസ്റാവിനെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മെസ്റാവി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബാക്കാണ്. അപ്പോൾ ഈ ഫുൾ ബാക്കിനെ നമ്മൾ വിങ് ബാക്കിൽ പരീക്ഷിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർ കൂടുതലും ഡിഫെൻസീവായിട്ട് നിൽക്കും. അപ്പം അതൊരു ബാക്ക് 5 ഫോർമേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഒഫെൻസീവ് സ്ട്രെങ്ത്തിനെ അത് ഒരിക്കലും അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം അതാണ് ഈ ഫുൾ ബാക്കുകളെ വിങ് ബാക്കായിട്ട് പരീക്ഷിക്കാനുള്ള പ്രശ്നം. അപ്പോൾ എനിക്കൊന്ന് മെസ്റാവിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബാക്ക് 3യിൽ തന്നെ കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു മെസ്റാവിനെ മാറ്റിയിട്ട് ഷോ, ഡിലിറ്റ് ആൻഡ് യോറോ തന്നെ ആയിരിക്കണം ബാക്ക് 3 വരുന്നതെന്നാണ് തോന്നുന്നു. പിന്നെ ലെഫ്റ്റിൽ ഡോർഗു എന്തായാലും കാരണം വേറെ പ്ലേയേഴ്സിനെയും കാട്ടി കുറച്ചുകൂടെ ബെറ്ററാണ് ഡോർഗുവിന് കഴിഞ്ഞ ഗെയിമിൽ വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നിരുന്നാൽ പോലും ഐ വുഡ് ഗിവ് ഹിം എ ചാൻസ്. കാരണം ഒരു അമർമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലേയേഴ്സിനെയും ഇങ്ങനെ ഇട്ട് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഷഫിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്ലേയേഴ്സിന് അവരുടേതായിട്ടുള്ള ഫോം വീണ്ടെടുക്കാൻ പറ്റുന്നില്ല. ഒരു 5-6 ഗെയിം അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിന് അത് ഹെൽപ്പ് ചെയ്യും അവരുടെ ഫോം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോർഗു ആണെങ്കിൽ നമ്മൾ പ്രീ സീസൺ കളിച്ച സമയത്ത് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അത് നമ്മളെ ടീമിനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ അമറും എന്ത് ചെയ്തെന്ന് വെച്ചാൽ പലപ്പോഴും ഡോർഗുവിനെ കളിപ്പിക്കാതിരിക്കുന്നു, പ്ലെയേഴ്സിനെ മാറ്റിക്കൊണ്ട് ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം ഒരു പ്ലെയറിന് അത് സ്ട്രെങ്ത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഒരു ഇതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡോർഗുവിന് ഇനി അടുത്ത ഒരു 4-5 ഗെയിം അടുപ്പിച്ച് തന്നെ അത് കൊടുക്കും. കാരണം നല്ല പേസ് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പം അത് പിന്നെ ക്രോസിങ്ങിലാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡോർഗു ഏറ്റവും മോശമായിട്ട് പോകുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അപ്പം ഒരു കോച്ച് എന്ന നിലയിൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അമറുമിൻ്റെ ബാധ്യതയാണ്. ഹി ഹാസ് ടു ഡൂ ദാറ്റ്. അപ്പോൾ ഒരു 4-5 ഗെയിംസ് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും. റൈറ്റിലാണെങ്കിൽ അമദ് ദിയാലോവും എംബൂമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണർഷിപ്പാണ്. 2 പേര് അടങ്ങുന്ന പാർട്ട്ണർഷിപ്പ് നോക്കിയാൽ അവരാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിഡിൽ കാസമിറോ, ബ്രൂണോ. അപ്പം ഈ ഒരു പരീക്ഷണം കൂടെ നടത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മെയിനുവിന് ഒരു ചാൻസ് കൊടുക്കാം എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ബ്രൂണോയുടെ ഔട്ട്പുട്ട് നമുക്ക് ഏറ്റവും കുറവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും വി വർ ഗെറ്റിംഗ് മോർ ഔട്ട്പുട്ട് ഫ്രം ബ്രൂണോ. ഈ ഒരു ഡീപ്പ് ലൈങ് പൊസിഷനിലേക്ക് ബ്രൂണോനെ നിർത്തി കഴിഞ്ഞപ്പം ബ്രൂണോയുടെ പൊട്ടൻഷ്യൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹി ഈസ് നോട്ട് പെർഫോമിങ് വെൽ. ആ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിന് പകരം വൈ നോട്ട് ട്രൈ മെയിനു ഇൻ ദാറ്റ് പൊസിഷൻ. മെയിനുവും കാസമിറോവും ആ ഒരു പൊസിഷനിലേക്ക് വരട്ടെ, എന്നിട്ട് ബ്രൂണോനെ അപ്പ് ഫ്രണ്ട് പൊസിഷനിലേക്ക് കുപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് നോക്കാം. അപ്പം ഫ്രണ്ടിലാണെങ്കിൽ ബ്രൂണോ ഓൺ ദ ലെഫ്റ്റ് 10 പൊസിഷൻ, പിന്നെ റൈറ്റിൽ എംബൂമോ, പിന്നെ ഫ്രണ്ടിൽ സെർക്സി അല്ലാതെ വേറെ നമുക്കിപ്പം പരീക്ഷിക്കാനായിട്ടില്ല. അല്ലെങ്കിൽ എംബൂമോ അവിടെ വരണം. അപ്പം ആ ഒരു പൊസിഷനിലേക്ക് എംബൂമോ വരുന്നതിനേയും കാട്ടി നല്ലത് സെർക്സിനെ വീണ്ടും ആ ഒരു ഗെയിമും കൂടെ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. കാരണം സെർക്സി അല്ലാതെ നമുക്ക് വേറൊരു പ്ലെയർ അവിടെ ഇല്ല. അല്ലെങ്കിൽ മൗണ്ടിനെയൊക്കെ ഒരു ഫോൾസ് 9 ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടിടണം. അപ്പം അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഞ്ച് സ്ട്രെങ്ത് നമുക്കില്ല. അപ്പം അറ്റ്ലീസ്റ്റ് 1 or 2 പ്ലെയേഴ്സിന് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവരാനായിട്ട് വി ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് മൗണ്ടോ അങ്ങനത്തെ ഉള്ളൊരു പ്ലെയർ സബ് കളിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട് 3 എന്ന് പറയുമ്പോൾ അതായിരിക്കും സെർക്സി, പിന്നെ ബ്രൂണോ ആൻഡ് എംബൂമോ, പിന്നെ ബാക്കിൽ അതായത് മിഡിൽ മെയിനുവും കാസമിറോവും കളിക്കുന്നു. സോ ഈ ഒരു ഫോർമേഷൻ പരീക്ഷണം ചിലപ്പം വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഒരു പ്രോപ്പർ സ്ട്രെങ്ത് ആണ്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് മെയിനുവിനും ഒരു 3-4 ഗെയിംസ് അടുപ്പിച്ച് കളിക്കാനായിട്ടുള്ളൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു പോസിറ്റീവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് സെസ്കോ നമുക്ക് ഫ്രണ്ടിലില്ല. അപ്പോൾ ഇനിയിപ്പം മത്യാസ് കുഞ്ഞ വന്നാൽ തന്നെയും കുഞ്ഞനെ
സ്ട്രൈക്കറായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പൊസിഷനിലാണെങ്കിൽ നമുക്ക് കൂടുതൽ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്രണ്ടിൽ ബ്രൂണോ വന്നതോടുകൂടി നമുക്ക് കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വരുന്നു. മെയിനും ആണെങ്കിലും ലൈക്ക് ഹി വിൽ പ്ലേ അലോങ് വിത്ത് കസമീറോ. നമുക്കൊരു പരീക്ഷണം നടത്താവുന്നേ ഉള്ളൂ. കാരണം ഇത്രയധികം മോശമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കളി മോശമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പരീക്ഷിച്ച് അങ്ങനെ അതം പതിക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ 1-2 പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലം വന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ സസ്റ്റെയിൻഡ് റിസൾട്ട്. അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഗെയിമിൻ്റെ അകത്ത് മറ്റേ ഏർലി ഗോൾ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമായിരിക്കും ഇത്. കാരണം ക്രിസ്റ്റൽ പാലസിൻ്റെ ഗെയിമിൻ്റെ അകത്ത് അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗോൾ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ വളരെ കംഫർട്ടബിളാണ് ബാക്ക് 5-ൽ എന്താ പറയുക പിടിച്ച് നിർത്തിയിട്ട് ഗെയിം കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. അവർ കൗണ്ടർ അറ്റാക്കിലാണ് മെയിനായിട്ട് പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അവരൊരു 1 ഗോൾ അഡ്വാൻറ്റേജിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഹോൾ ബാക്ക് ചെയ്തിട്ട് ബാക്കിൽ കളി നിയന്ത്രിച്ചു കൊണ്ടുപോകും. കാരണം അവർക്ക് അതിനുള്ള 3 പ്രോപ്പർ ഡിഫൻഡേഴ്സ് ഉണ്ട്, പിന്നെ വിങ് ബാക്സ് അവർക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുണ്ട്, പിന്നെ കൗണ്ടർ അറ്റാക്കിൽ ഗോൾ അടിക്കാനായിട്ടുള്ള പ്ലെയേഴ്സും അവർക്കുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അവരുടെ ടീമിൽ വാച്ച് ഔട്ട് ചെയ്യേണ്ട പ്ലെയേഴ്സ് എന്ന് പറയുമ്പം മെറ്ററ്റ ഉണ്ട്, പിന്നെ സാർ തിരിച്ചു വരുന്നുണ്ട്, പിന്നെ മുനോസ് ഉണ്ട്, പിന്നെ എന്താ പറയുക മാർക്ക് ഗെയ്, ഇത് കണക്കത്തുള്ള ഒത്തിരി ഇമ്പാക്ട്ഫുൾ പ്ലെയേഴ്സ് അവരുടെ ടീമിലേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗോൾ അടിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആർസനലിന് ശേഷം ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ടീമാണ് ക്രിസ്റ്റൽ പാലസ്. സോ അവർക്കെതിരെ ഗോൾ അടിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ദുർഘടമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. So let's see how our team copes up with that, and my prediction is a draw, maybe a 1-1 draw തന്നെ ആയിരിക്കാം സാധ്യത. ജയം ലഭിച്ചു കഴിഞ്ഞാൽ that would be like an advantage, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രതീക്ഷകളില്ല. സോ ഐ ആം predicting a 1-1 draw. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? What do you think? നമ്മുടെ സ്കോർ എന്തായിരിക്കും? ഫോർമേഷൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുമോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.